ഓക്കെ, മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൗസ് ബോട്ടുകൾ നമുക്കൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിലും കുമരകത്തൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഹൗസ് ബോട്ടുകൾ യാത്ര ചെയ്തവരും താമസിച്ചവരൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാശ്മീരിന്റെ ഒരു ഹൗസ് ബോട്ടിന്റെ അകത്തളം എങ്ങനെയാണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കൊക്കെ തോന്നുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് കാശ്മീരിലെ ഒരു ഹൗസ് ബോട്ടിന്റെ അകത്താണ് ഉള്ളത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പഴഞ്ചൻ ലുക്കിലായിരിക്കും ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ളത് എങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ കാശ്മീരിന്റെ ഈ തനതായിട്ടുള്ള കാശ്മീരി പരവതാനികളും അതുപോലെ തന്നെ വുഡൻ വർക്ക് കൊണ്ട് ഇന്റീരിയർ വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ പണി കഴിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു ഹൗസ് ബോട്ടിന്റെ അകത്താണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ താമസിക്കുന്ന ഹൗസ് ബോട്ട് ഉള്ളത് ജഹലിം റിവറിലാണ്, കാശ്മീരിലെ ശ്രീനഗറിൽ, അതായത് ചലം നദിയിൽ. ഇതിന്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം നമുക്കൊരു ലിവിങ് ഏരിയ അറ്റാച്ച്ഡ് ഡൈനിങ് ഹാളോട് കൂടിയിട്ടാണ്. ഒരു 6 പേർക്ക് ഇരുന്ന് വിശാലമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ. ഇതാണ് ഇതിന്റെ ലിവിങ് ഏരിയ വരുന്നത്. AC അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റെഫ്രിജറേറ്ററും അവൈലബിൾ ആണ്. ഇനി ഇതില് 2 റൂമാണ് അവൈലബിൾ ഉള്ളത്. ഈ ഒരു ബോട്ട് 2 റൂമോട് കൂടിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വരാന്തയിലൂടെ നടന്നു നിന്ന് ആദ്യത്തെ റൂം ഇതാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ ഒരു റൂമിലാണുള്ളത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു റൂമും അവൈലബിൾ ആണ്. രണ്ട് ഡിഫറെന്റ് ഇന്റീരിയറോട് കൂടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് തീം. ഇതാണ് ഇതിന്റെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ശരിക്കും ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പാക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കാശ്മീരിലെ ഹൗസ് ബോട്ട് സ്റ്റേ. കാശ്മീർ വിസിറ്റ് ചെയ്യുന്ന ഓരോ സഞ്ചാരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒന്നുകൂടിയാണ് ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകളിലെ സ്റ്റേ. നിങ്ങൾ ഹൗസ് ബോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള ഹൗസ് ബോട്ടുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ക്വാളിറ്റിയുള്ള ഹൗസ് ബോട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ വൈഫൈ ഫെസിലിറ്റീസും അതുപോലെ തന്നെ റൂം ഹീറ്റർ ഫെസിലിറ്റി, റൂം ഹോട്ട് വാട്ടർ എല്ലാം തന്നെ ഈ ഹൗസ് ബോട്ടിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല 2 നേരം അല്ലെങ്കിൽ 3 നേരം ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തു തരും ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.